ഓർമ്മയുണ്ടോ, നമ്മൾ കുറച്ച് നാളുകൾക്ക് മുന്നേ പൊന്നാങ്കണ്ണി ചീര നടുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നത്? അന്ന് നമ്മൾ നട്ട ചെറിയ തൈകൾ ഇതേപോലെ പടർന്നു പന്തലിച്ചിട്ടുണ്ട് കേട്ടോ. കാണാൻ തന്നെ എന്തു ഭംഗിയാണല്ലേ ഇങ്ങനെ വളർന്നു നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു ചെടി ഇത്രയും നല്ല ഗ്രോത്ത് ആയിട്ട് വളർന്നതിൻ്റെ സീക്രട്ട് ഞാൻ അന്ന് ചേർത്ത് കൊടുത്ത പോട്ടി മിക്സ് ആണ് കേട്ടോ. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. പുഴുക്കേടോ ഒന്നും തന്നെ ഇല്ലാണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വളർന്നു നിൽക്കുന്ന ചീര നമുക്കൊരു വേറൊരു ചട്ടിയിലേക്ക് നട്ടുകൊടുക്കാം. ശരിക്കും ഒരു കറി വെക്കാനുള്ളതുണ്ടല്ലേ, എങ്കിലും ഞാൻ കറിക്കായിട്ട് എടുക്കുന്നില്ല കേട്ടോ. ഇത് വേറൊരു ചട്ടിയിലേക്ക് നടുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. നമ്മളുടെ വീട്ടിൽ വെറുതെ കിടക്കുന്ന ഒരു ട്രേ ആണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഉപയോഗമൊന്നുമില്ലാത്ത ചെറിയ കുപ്പികളോ അങ്ങനെ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നട്ടുകൊടുക്കാൻ പറ്റുന്നതാണ്. അധികം ആഴത്തിലുള്ളത് വേണമെന്നില്ല. പടർന്നു പോകുന്ന ഒരു ചെടിയായത് കൊണ്ട് തന്നെ ഇതേപോലത്തെ ട്രേ ഒക്കെ മതിയാവും. അപ്പം ഞാൻ പപ്പടം കുത്തി വെച്ചിട്ട് ഇതൊന്ന് ഹോളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ 4 സൈഡും ഇതേപോലെ ഒന്ന് പപ്പടം കുത്തി ചൂടാക്കിയിട്ട് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും ഹോൾസ് ഞാൻ ഇടുന്നില്ല, കാരണം ഇത് വെക്കുന്നത് ഏറ്റവും മുകളിലാണ് കേട്ടോ, ടെറസിൻ്റെ മേളിലാണ്. അതുകൊണ്ട് തന്നെ അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാറില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നം, മഴ കൊള്ളൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അത് മാത്രമല്ല ഈ ഒരു സൈഡിൽ ഇത്രയും വലിയൊരു ഹോളുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ടിട്ട് തന്നെ ഇത്രയും തന്നെ ഞാൻ ഹോൾ ഇടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നടാനുള്ള ട്രേ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബയോബിനിൽ വളം കൊടുക്കാം കേട്ടോ. ഈ ഒരു ബയോബിൻ കണ്ടോ, അത്യാവശ്യം നല്ലപോലെ നിറഞ്ഞ് നല്ല വളമായിട്ട് നിൽക്കുവാണ് കേട്ടോ. പുതിയൊരു ചട്ടിയിലേക്ക് നമ്മൾ ചെടികളൊക്കെ നട്ടു കൊടുക്കുമ്പോൾ അതിലേക്ക് ചേർക്കാൻ പറ്റിയ അനുയോജ്യമായിട്ടുള്ളൊരു വളം തന്നെയാണ് കേട്ടോ നമ്മുടെ ബയോബിൻ വളം. ഈ ഒരു ബയോബിൻ നമ്മൾ മണ്ണിലേക്ക് ചേർക്കുമ്പോൾ ചെടിക്ക് ആവശ്യമായ നൈട്രജനും മറ്റു പോഷകങ്ങളും മണ്ണിൽ നിന്ന് തന്നെ ചെടികൾക്ക് കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ മണ്ണിനെ ഒന്ന് ലൂസാക്കി നിർത്താനും, ലൂസായത് കൊണ്ട് ചീരയുടെ വേരുകൾ പെട്ടെന്ന് തന്നെ മണ്ണിലേക്ക് ഇറങ്ങി പോകാനും ഈ ബയോബിൻ വളം ചേർക്കുന്നതുകൊണ്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ചീരയ്ക്ക് ആവശ്യമായിട്ടുള്ള ഈർപ്പം നിലനിർത്താനും ഈ ബയോബിൻ വളം ചേർക്കുന്നതുകൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഈ ബയോബിൻ വളം അല്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുന്നത് ചകിരിച്ചോറും ചാണകവുമാണ് കേട്ടോ. അപ്പം നമ്മൾ ഇത്രത്തോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ട്രേയിൽ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് മേളിലേക്ക് പോവാം. അപ്പം ഞാൻ മേളിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള തൈകൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ലപോലെ തന്നെ വളർന്നിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കട്ട് ചെയ്യുന്ന കത്രികയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. ഇതേപോലെയുള്ള കമ്പാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അധികം വണ്ണമില്ലാത്ത, എന്നാൽ അധികം കിളുന്തല്ലാത്ത ഇല, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലകളാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ നല്ല ഗ്രോത്ത് ഉള്ള ഇലകൾ എടുത്താൽ മാത്രമേ നല്ല രീതിക്ക് തന്നെ നമുക്ക് അതിൽ നിന്ന് ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പം ഞാൻ ഇതേപോലെ ഓരോന്നും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കട്ട് ചെയ്യുമ്പോൾ ഏറ്റവും അടിയിൽ നിന്ന് കട്ട് ചെയ്യരുത് കേട്ടോ. ഒരു 2-3 ഇഞ്ച് എങ്കിലും വിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ഞാൻ അത്രത്തോളം താഴ്ത്തി കട്ട് ചെയ്യുന്നില്ല. എങ്കിൽ മാത്രമാണ് നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് പുതിയ പുതിയ തൈകൾ വന്ന് നിറയുള്ളൂ. ഞാനിത് കട്ട് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട് കേട്ടോ. മഴയേക്കാൾ കൂടുതൽ നല്ല കാറ്റാണ്. ചെടികളൊക്കെ നോക്കി നല്ല കാറ്റത്ത് നിൽക്കുകയാണ് കേട്ടോ. പൊന്നാങ്കണ്ണി ചീരയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാലോ അല്ലേ. പൊൻ അങ്കണി എന്ന വാക്കിൽ നിന്നാണ് പൊന്നാങ്കണി എന്ന വാക്കുണ്ടായത്. അതായത് കണ്ണിന് പൊന്നിന്റെ നിറം നൽകുന്ന ചീര എന്ന് വെച്ചാൽ കണ്ണിന് അത്രയ്ക്കും കാഴ്ച നൽകുന്ന ചീര. ഇതിൽ വൈറ്റമിൻ എ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് കണ്ണിന് അത്യുത്തമമാണ്. അതേപോലെ തന്നെ കണ്ണിനുണ്ടാവുന്ന അസുഖങ്ങൾക്കും ഇത് ഉപയോഗിച്ചു വരുന്നു. ശരീരത്തിലുണ്ടാവുന്ന അമിതമായ ചൂട് കുറയ്ക്കാനും നല്ലൊരു തണുപ്പ് പ്രദാനം ചെയ്യാനൊക്കെ ഈ ചീര ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പൊന്നാങ്കണ്ണി ചീരയിട്ട് തിളപ്പിച്ച എണ്ണ തലയിൽ പുരട്ടുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. അകാലനര തടയാനും മുടി നല്ല കട്ട കറുപ്പോടെ നല്ല രീതിക്ക് തന്നെ വളരാനും ഒക്കെ ഇത് എണ്ണ കാച്ചിയൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ ശരീരത്തിൽ ബ്ലഡിന്റെ അംശം കുറവായിട്ടുള്ളവർക്കൊക്കെ വളരെ ഉപയോഗപ്രദമാണ് ഈ ഒരു ചീര. നാരുകൾ ധാരാളം അടങ്ങിയതിനാൽ മലബന്ധം അകറ്റാനും ദഹനപ്രക്രിയ കൃത്യമാക്കാനൊക്കെ ആയിട്ട് പൊന്നാങ്കണ്ണി ചീര ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാടൊന്നും ഞാൻ കട്ട് ചെയ്തെടുക്കുന്നില്ല കേട്ടോ, കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. നമുക്ക് ആവശ്യമാണെങ്കിൽ ഇനിയും കട്ട് ചെയ്തെടുക്കാം.
അപ്പം ഞാൻ ദാ ഇത്രത്തോളം ഉണ്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ചെടി നടാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഈ ഒരു പോട്ടിൽ ഞാൻ മണ്ണ് സേവ് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. നമ്മൾ മറ്റു ചെടികളിൽ മണ്ണ് മാറ്റി കൊടുക്കുമ്പോൾ ബാക്കി വരുന്ന മണ്ണ് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ദാ ആ ഒരു പോട്ടിൽ മണ്ണ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തുള്ളത് ബയോബിനിലെ വളമാണ്. കൂട്ടത്തിൽ കുറച്ച് എല്ലുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേപ്പിൻ പിണ്ണാക്കും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേപ്പിൻ പിണ്ണാക്ക് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നമ്മൾ ചെടിയൊക്കെ ഒന്ന് നട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ മണ്ണിൻ്റെ മേളിലൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ അതെടുത്തിരിക്കുന്നത്. അപ്പോൾ വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്നതിൻ്റെ ആവശ്യകത ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടല്ലേ. മണ്ണിലുണ്ടാവുന്ന രോഗങ്ങൾ ഇല്ലാതിരിക്കാനായിട്ടാണ് വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ നട്ടു കൊടുക്കുന്ന ചെടി ചീഞ്ഞു പോവാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്നത്. നമ്മളുടെ ബയോബിൻ വളം മണ്ണിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നമ്മളുടെ ഈ ഒരു പോട്ടിൽ കൂടുതലായിട്ടും ബയോബിൻ വളം തന്നെയാണ് ഉണ്ടാവുക. ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ നമ്മളുടെ പോട്ട്. എൻ്റെ എല്ലാ പോട്ടിലും ഇതേപോലെ തന്നെയാണ് ഞാൻ മിക്സ് ചെയ്യാറ്. ബയോബിൻ ചേർക്കുന്നത് കൊണ്ട് തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് നമ്മളുടെ പോട്ട് വരുന്നത്. നമുക്ക് എവിടെ വേണമെങ്കിലും ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഏറ്റവും താഴെയും തൊട്ടുമുകളിലും ഏറ്റവും മുകളിലും ചെടികളുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് താഴെ നിന്ന് ചെടി ഏറ്റവും മുകളിലേക്ക് കൊണ്ടുപോകാറുണ്ട്, മുകളിൽ നിന്നും താഴേക്കും കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഈ ഒരു ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ കൊണ്ടുപോകാനൊക്കെ വളരെ എളുപ്പമാണ്. അതുമാത്രമല്ല നമ്മുടെ ചെടികൾക്കും വളരെ നല്ലതാണ്. വേര് പെട്ടെന്ന് ഓടാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ലൂസായിട്ടുള്ള മണ്ണ്. അപ്പോൾ ഞാൻ ദാ ഈ ഒരു ട്രേയിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മണ്ണ് ബാക്കി വരുന്നത് ഞാൻ മാറ്റി ഈ ഒരു പോട്ടിലാണ് വെക്കുന്നത്. അപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെ ഇരിക്കുന്ന മണ്ണൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഡ്രൈ ആയിട്ടും ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകുന്ന മണ്ണാണോ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കൈ കൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ദാ ഇത്രത്തോളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത്ര തന്നെ മതിയാവും. കാരണം നമ്മളിനി ഓരോ ഗ്രോത്ത് അനുസരിച്ച് ബയോബിൻ വളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ഒരുപാട് ആവശ്യമില്ല. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതാ ഇതേപോലെ വേപ്പിൻ പിണ്ണാക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്ര തന്നെ മതി കേട്ടോ. നമ്മൾ മേളിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കാരണം കുറച്ച് ഡ്രൈ ആയിട്ടുള്ള മണ്ണ് കൂടിയാണല്ലോ. അപ്പോൾ നമ്മൾക്ക് ചെടിയൊക്കെ ഒന്ന് പെട്ടെന്ന് നട്ടു കൊടുക്കാൻ വേണ്ടിയാണ് ചെറുതായിട്ടൊന്ന് നനക്കുന്നുള്ളൂ കേട്ടോ. ചെടി നട്ടതിന് ശേഷം നമുക്ക് ഡീപ്പായിട്ട് തന്നെ നനക്കാനുണ്ട്. അപ്പോൾ ദാ ചെറുതായിട്ടൊക്കെ ഒന്ന് നനഞ്ഞിരിക്കുന്ന മണ്ണാണ്. നമുക്കിനിയിപ്പോൾ നമ്മളുടെ തൈകൾ ഒന്ന് നട്ടു കൊടുക്കാം. ദാ ഇത്രത്തോളം കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. ഇത് തികഞ്ഞില്ലെങ്കിൽ ബാക്കി നമുക്ക് ഇനിയും കട്ട് ചെയ്തെടുക്കേണ്ടി വരും. പൊന്നാങ്കണ്ണി ചീര വേരുകൾ താഴത്തേക്ക് ആഴ്ന്നിറങ്ങി പോകുന്ന ഒരു ചെടിയല്ല, വശങ്ങളിലേക്ക് പടർന്നു പിടിച്ചാണ് ഈ ഒരു ചെടി വളരുന്നത്. അതുകൊണ്ട് തന്നെ ആഴം കുറഞ്ഞ ഇതേപോലെയുള്ള പരന്ന ട്രേകളാണ് ഈ ഒരു പൊന്നാങ്കണ്ണി ചീര നടാനായിട്ട് ഏറ്റവും അനുയോജ്യം. ഞാൻ എന്താ നട്ടു കൊടുക്കുന്ന കണ്ടോ, ഇതേപോലെ സൈഡിലേക്ക് ഒന്ന് ചരിച്ചിട്ടാണ് കേട്ടോ നട്ടു കൊടുക്കുന്നത്. കാരണം അധികം ആഴത്തിലേക്ക് നമുക്കില്ലല്ലോ. അപ്പോൾ ഒന്ന് ചരിച്ച് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പൊന്നാങ്കണ്ണി ചീര ഒന്ന് നട്ടു കൊടുക്കുന്നത്. കൂട്ടത്തിൽ ഇതാ താഴത്തേക്കുള്ള ഇലകളും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം മണ്ണിൻ്റെ അടിയിലേക്ക് പോകുന്ന ഭാഗത്ത് ഇലകൾ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാം ഇതേപോലെ ഞാൻ അടിയിലെ ഇലകൾ നുള്ളിക്കളഞ്ഞതിന് ശേഷമാണ് ഒന്ന് നട്ടു കൊടുക്കുന്നത് കേട്ടോ. അതുമാത്രമല്ല കേട്ടാ ഈ ട്രേയുടെ ഗുണം, ഈ ഒരു ട്രെയിലാവുമ്പോൾ നമുക്ക് മണ്ണും കുറച്ചു മതി, അതിൽ ചേർക്കുന്ന വളവും കുറച്ചു മതി. പക്ഷേ നമുക്ക് ഉണ്ടാവുന്ന റിസൾട്ടോ വളരെ നല്ല രീതിക്ക് തന്നെ നമുക്ക് ഒരുപാട് പൊന്നാങ്കണ്ണി ചീര ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ. ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ട്രേ നമുക്ക് ഈസി ആയിട്ട് തന്നെ എടുത്തുകൊണ്ട് പോകാനും സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ നട്ടു തുടങ്ങിയപ്പോൾ നമ്മൾ പറിച്ചിരിക്കുന്ന പൊന്നാങ്കണ്ണി ചീര കുറവാണ്. ഏകദേശം നട്ടു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു ഇത് തികയില്ല എന്ന്. അപ്പോൾ നമുക്കിനി ബാക്കിയും കൂടി വേണം കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും സ്ഥലവും കൂടി ബാക്കിയുണ്ട്. നമുക്ക് ബാക്കിയും കൂടി ഒന്ന് പറിച്ചിട്ട് വരാം. അപ്പം ഞാൻ എന്താ ബാക്കിയും കൂടി പറിച്ചിട്ടുണ്ട് കേട്ടോ. ദാ ഇപ്പം നോക്കിയേ എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. നമുക്ക് ദാ ഈസി ആയിട്ട് തന്നെ ഈ ഒരു ട്രേ ഒരു കൈ കൊണ്ട് തന്നെ എടുത്തുകൊണ്ട് പോകാട്ടോ. അത്രയ്ക്കും ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ ഇതിനെ ഒന്ന് വെക്കാനായിട്ടൊരു സ്ഥലം കണ്ടുപിടിക്കണം. നമ്മളുടെ വീടിൻ്റെ
മേളിൽ ഷീറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് സൈഡിലാണ് ഞാൻ പൊതുവെ ചെടികളെല്ലാം തന്നെ വെക്കുന്നത്. സൈഡിലാവുമ്പോൾ അത്യാവശ്യം ലൈറ്റ് കിട്ടുമല്ലോ, നല്ല വെയിലല്ലെങ്കിലും ലൈറ്റ് കിട്ടും. അത്യാവശ്യം ബൊഗെയിൻ വില്ലാസൊക്കെ ഇവിടെ നല്ലപോലെ തന്നെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദാ ഷീറ്റിൻ്റെ അടിയിലാണ് ഈ ഒരു സൈഡിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ല രീതിക്ക് തന്നെ ലൈറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ പറിച്ചതിന് ശേഷം ചെടികളുടെ അവസ്ഥ നോക്കി, ഭയങ്കരമായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടൊന്നുമില്ല, അത്യാവശ്യം ഗ്രോത്ത് നിർത്തി തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ചെടിക്ക് പുതിയ ശാഖകളും ഇലകളും ഉണ്ടാക്കാനായിട്ട് നല്ല രീതിക്ക് തന്നെ ഊർജം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബയോബിൻ മിക്സ് ചെയ്ത വളം ഈ ഒരു കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ചെടിക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് നട്ടുവെച്ചിരിക്കുന്ന ചെടിക്ക് ഒന്ന് വെള്ളമൊഴിച്ച് കൊടുക്കണം. നല്ല രീതിക്ക് തന്നെ വെള്ളമൊഴിച്ച് കൊടുക്കണം കേട്ടോ. ആ ഒരു ട്രെയിനിൻ്റെ ഉള്ളിൽ കൂടി തന്നെ വെള്ളം പുറത്തേക്ക് പോകണം. ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ കുറച്ച് മാത്രം വെള്ളം കൊടുത്താൽ മതി. പുറത്ത് കൊടുത്തിരിക്കുന്ന വളം അനുസരിച്ച് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു വട്ടം മാത്രമേ ഞാൻ നല്ല രീതിക്ക് നനച്ചു കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.